എല്ലാം ഞാൻ തന്നെ ചെയ്യണം, ഞാൻ ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഭംഗിയാകൂ എന്ന് ചിന്തിക്കുന്നത് ബാലിശമാണ്. പിൻപിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്നത് ആണത്തമാണ്. നമുക്ക് ചിന്തിക്കാം. പ്രയോജനം ഉള്ളതൊന്നും ചെയ്യുവാനില്ല എന്നൊരു തോന്നൽ വന്നാൽ എല്ലാം ഒരുതരം വിരസതയായിരിക്കും, മടുപ്പിക്കുന്നതാകും. പിന്നെ തോന്നുമ്പോൾ ഉറങ്ങും, തോന്നുമ്പോൾ എഴുന്നേൽക്കും, ചിട്ടയില്ലാതെ ഭക്ഷണം കഴിക്കും, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കും, ഒടുവിൽ എങ്ങും എത്തുന്നില്ല എന്ന തോന്നലും കുറ്റബോധം. ജീവിതത്തിൽ അവസാന ശ്വാസം വരെ ഫലകരമായി ജീവിക്കുവാൻ ദൈവം തന്ന ദാനമാകുന്നു നമ്മുടെ ജീവിതം എന്ന് നാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മടുക്കില്ല, മറിച്ച് ഉന്മേഷത്തോടെ മുൻപോട്ട് പോകുവാൻ സാധിക്കും. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങളെക്കുറിച്ചാണല്ലോ നാം ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ, ഒന്ന് ദിനവൃത്താന്തത്തിൽ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ സ്വപ്നമായ ദൈവാലയം പണിയുവാൻ അവൻ ആഗ്രഹിച്ചു. അതവൻ്റെ സ്വപ്നമായിരുന്നു. എങ്കിലും ദൈവം അതിനവനെ അനുവദിച്ചില്ല. നീ അത് ചെയ്യണ്ട എന്ന് ദൈവം പറഞ്ഞുവെങ്കിലും ദാവീദ് ആലയം പണിക്ക് ആവശ്യമായ സാധന സാമഗ്രികളും ആലയത്തിലെ ആരാധനയ്ക്ക് ആവശ്യമായ സകല ക്രമീകരണങ്ങളും ഉത്സാഹപൂർവ്വം നിർവഹിച്ചു. എന്നിട്ട് തൻ്റെ മകൻ ശലോമോനെയും ദേശത്തെ പ്രധാനികളെയും വിളിച്ച് അവരെ അതെല്ലാം ഏൽപ്പിച്ചു. എനിക്ക് ചെയ്യണം, ഞാൻ ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഭംഗിയാകൂ എന്ന് ചിന്തിക്കുന്നതാണ് അനേകരുടെയും മടുപ്പിൻ്റെ കാരണം. എന്നാൽ ദാവീദിനെ പോലെ ദൈവം ഒന്ന് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഉത്സാഹത്തോടെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് വേറൊരാൾ ചെയ്യട്ടെ, ആളിനെ പ്രോത്സാഹിപ്പിക്കാം, പിൻപിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും. ദിനവൃത്താന്ത പുസ്തകങ്ങൾ 28-ാം അധ്യായം, ഒന്ന് ദിനവൃത്താന്തങ്ങൾ 28-ാം അധ്യായം, നമുക്ക് ഈ വിഷയം ഒന്ന് നോക്കാം. ആ ഭാഗം എടുത്താട്ട് ഒന്ന് ദിനവൃത്താന്തങ്ങൾ 28. എൻ ബലം എന്നേശുവേ, തൻ ചിറകിൽ എന്നെ മറയ്ക്കും, വൻ തിരയിൽ എന്നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. എൻ ബലം എന്നേശുവേ, തൻ ചിറകിൽ എന്നെ മറയ്ക്കും, വൻ തിരയിൽ എന്നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. ഇരമ്പും ആഴിമേ ഇമ്പനാഥൻ നടത്തിടും, ഇരമ്പും ആഴിമേ ഇമ്പനാഥൻ നടത്തിടും. ഭയമെന്തിന് ഞാനല്ലയോ എന്ന അത്ഭുത ധ്വനി നീ കേട്ടിടും. ഭയമെന്തിന് ഞാനല്ലയോ എന്ന അത്ഭുത ധ്വനി നീ കേട്ടിടും. എൻ ബലം എന്നേശുവേ, തൻ ചിറകിൽ എന്നെ മറയ്ക്കും, വൻ തിരയിൽ എന്നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. എൻ ബലം എന്നേശുവേ, തൻ ചിറകിൽ എന്നെ മറയ്ക്കും, വൻ തിരയിൽ എന്നൗകയിൽ ഉള്ളതാൽ താങ്ങിടും.
കുഴിയിൽ തള്ളിടും. ലോകം നിന്യമാ കുഴിയിൽ തള്ളിടും. യോസേപ്പിൻ ദൈവം ഉയർത്തിടും. ഉന്നതൻ നിനക്കായി കരുതിടും. യോസേപ്പിൻ ദൈവം ഉയർത്തിടും. ഉന്നതൻ നിനക്കായി കരുതിടും. എൻ ബലം എന്നേശുവേ, തൻ ചിറകിൽ എന്നെ മറയ്ക്കും. വൻതിരയിൽ എൻ നൗകയിൽ ഉള്ളതാൽ താങ്ങിടും. എൻ ബലം എന്നേശുവേ, തൻ ചിറകിൽ എന്നെ മറയ്ക്കും. വൻതിരയിൽ എൻ നൗകയിൽ. 1 ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ അവസാനത്തെ 2 അധ്യായങ്ങളിൽ, അതായത് 28ഉം 29ഉം അധ്യായങ്ങളിൽ ദാവീദ് ഇസ്രായേലിലെ നേതാക്കന്മാരെ എല്ലാം വിളിച്ചു കൂട്ടുന്നതായി കാണുവാൻ കഴിയും. ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനാൽ ഈ വിളിച്ചുകൂട്ടൽ, ഈ മീറ്റിംഗ് അവൻ്റെ അവസാനത്തെ മീറ്റിങ്ങുകളിലൊന്നായിരിക്കും. ദാവീദിന് എല്ലാ ഇസ്രായേലും കേൾക്കത്തക്കവണ്ണം അവരോട് പറയുവാൻ ഒരു ദൂതുണ്ട്. അതുപോലെ തന്നെ ശലോമോനും കൊടുക്കുവാൻ ഒരു ദൂത് ദാവീദിൻ്റെ കൈവശമുണ്ടായിരുന്നു. ദാവീദിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബുദ്ധിപൂർവമായ നീക്കമായിരുന്നു ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻപോട്ട് പഠിക്കുമ്പോൾ ഞാനത് വിശദീകരിക്കുന്നതാണ്. 28-ാം അധ്യായം 1 ദിനവൃത്താന്തം 28 നിങ്ങൾ എടുത്തുവെങ്കിൽ ഞാനതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. അനന്തരം ദാവീദ് ഇസ്രായേലിൻ്റെ സകല പ്രഭുക്കന്മാരുമായ ഗോത്ര പ്രഭുക്കന്മാരെയും രാജാവിന് ശുശ്രൂഷ ചെയ്ത കൂറുകളുടെ തലവന്മാരെയും സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും രാജാവിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും സകല വസ്തുവകകൾക്കും നാൽക്കാലികൾക്കും ഉള്ള മേൽവിചാരകന്മാരെയും ക്ഷണ്ണന്മാരെയും വീരന്മാരെയും സകല പരാക്രമശാലികളെയും യെരൂശലേമിൽ കൂട്ടിവരുത്തി. നോക്കണേ, മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളെയും രാജാവ് യെരൂശലേമിൽ കൂട്ടിവരുത്തി. ഇസ്രായേൽ ജനത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഉത്തരവാദപ്പെട്ടവർ ഇവരെല്ലാമായിരുന്നു. അവരെയെല്ലാം അവനവിടെ വിളിച്ചു കൂട്ടിയത് എന്തിനാണെന്ന് നോക്കിക്കേ. 2-ാം വാക്യം. ദാവീദ് രാജാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ സഹോദരന്മാരും എൻ്റെ ജനവുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. യഹോവയുടെ നിയമപ്പെട്ടകത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പാദപീഠത്തിനുമായി ഒരു വിശ്രമാലയം പണിവാൻ എനിക്ക് താൽപ്പര്യമുണ്ടായിരുന്നു. പണിക്ക് വേണ്ടി ഞാൻ വട്ടം കൂട്ടിയിരുന്നു. പ്രായത്തിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ദാവീദ് തൻ്റെ ഈ അന്തിമമായ ദൂത് ജനത്തിന് നൽകുവാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് അവരോട് സംസാരിച്ചത് എന്ന് നാം കാണുന്നു. 3ഉം 4ഉം വാക്യങ്ങൾ. എന്നാൽ ദൈവം തന്നോട്, നീ എൻ്റെ നാമത്തിനൊരു ആലയം പണിയരുത്, നീ ഒരു യോദ്ധാവാകുന്നു, രക്തവും ചൊരിയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എങ്കിലും ഞാൻ എന്നേക്കും ഇസ്രായേലിന് രാജാവായിരിക്കാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എൻ്റെ സർവ്വ പിതൃഭവനത്തിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു. പ്രഭുവായിരിക്കാൻ യഹൂദയെയും യഹൂദാഗ്രഹത്തിൽ എൻ്റെ പിതൃഭവനത്തെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ അപ്പൻ്റെ പുത്രന്മാരിൽ വെച്ച് എന്നെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കുവാൻ അവന് പ്രസാദം തോന്നി. നോക്കണേ, ജനത്തിൻ്റെ മുൻപാകെ ദാവീദ് തൻ്റെ കുറ്റസമ്മതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നില്ല. തന്നെ കൊണ്ട് ദേവാലയം പണിയുവാൻ ദൈവം അനുവദിക്കാത്തതിൻ്റെ കാരണം ദൈവം ദാവീദിനോട് പറഞ്ഞ കാര്യം ദാവീദ് നൽകുന്നു. അവൻ രക്തച്ചൊരിച്ചിൽ നടത്തിയ മനുഷ്യനാകുന്നു എന്നതത്രേ കാരണം. അവൻ യുദ്ധങ്ങൾ നടത്തിയ വ്യക്തിയായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണമായി പറഞ്ഞിരിക്കുന്നത്. എത്ര തുറന്ന്, എത്ര നല്ല മനോഭാവത്തോടെയാകുന്നു ദാവീദ് ഇവരെ സംബോധന ചെയ്യുന്നത്. 5-ാം വാക്യം. എൻ്റെ സകല പുത്രന്മാരിൽ നിന്നും യഹോവ എനിക്ക് വളരെ പുത്രന്മാരെ തന്നിരിക്കുന്നുവല്ലോ. അവൻ എൻ്റെ മകനായ ശലോമോനെ ഇസ്രായേലിൽ യഹോവയുടെ രാജാസനത്തിൽ ഇരിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം തൻ്റെ പിൻഗാമിയായി ശലോമോനെ, ദാവീദിൻ്റെ പിൻഗാമിയായി ശലോമോനെ തിരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് ഇവിടെ വ്യക്തമാക്കുന്നു. ശലോമോനെ സംബന്ധിച്ച സകല ഉത്തരവാദിത്വവും ദൈവത്തിൽ ഏൽപ്പിക്കത്രേ ദാവീദ് ചെയ്യുന്നത്. ശലോമോൻ രാജാവാകുന്നതിൽ ദാവീദിന്
താല്പര്യം ഇല്ലായിരുന്നു എന്ന ധാരണ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഞാനിതിനു മുൻപ് പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ, ദാവീദിൻ്റെ ഇഷ്ടപുത്രൻ അബ്ശാലോമായിരുന്നു. എന്നാൽ ദൈവം ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി അവനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ശലോമോനെയാകുന്നു ദൈവം ദാവീദിന് ചൂണ്ടിക്കാണിക്കുന്നത്. ദാവീദ് ദൈവഹിതമനുസരിക്കുവാൻ തയ്യാറാകുകയാണ്. 6-ാം വാക്യം, അവൻ എന്നോട്, നിന്റെ മകനായ ശലോമോൻ എൻ്റെ ആലയവും എൻ്റെ പ്രാകാരങ്ങളും പണിയും. ഞാൻ അവനെ എനിക്ക് പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവന് പിതാവായിരിക്കും. ദൈവാലയം പണിയുന്നതിനുള്ള തയ്യാറെടുപ്പ് ആയിരുന്നു ദാവീദിൻ്റെ ഹൃദയത്തിൽ കുടികൊണ്ടിരുന്ന വലിയ താല്പര്യം. താൻ തന്നെ അത് പണിയുവാൻ ദൈവം അവനെ അനുവദിക്കുകയില്ല. ദൈവഹിതത്തിന് ദാവീദ് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കുകയത്രേ ചെയ്യുന്നത്. എന്നിരുന്നാലും ദാവീദ് ദൈവാലയം പണിക്ക് വേണ്ട സകല സാമഗ്രികളും തയ്യാറാക്കുകയും പണിക്കാരെ ചുമതലപ്പെടുത്തുകയും പണിയുന്നതിനായി ശലോമോനെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും നോക്കിക്കേ. അവൻ ഇന്ന് ചെയ്യുന്നത് പോലെ എൻ്റെ കൽപ്പനകളും വിധികളും, അതായത് ശലോമോൻ എൻ്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവൻ്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കും എന്ന് അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ യഹോവയുടെ സഭയായ എല്ലാ ഇസ്രായേലും കാണുകയും നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വതാവകാശമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവിൻ. നീയോ എൻ്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളെയും നിരൂപണങ്ങളെയും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക. വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. ദാവീദ് ശലോമോനെ ഉപദേശിക്കുകയാണ്. നീ ഞാൻ അറിഞ്ഞ ദൈവത്തെ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ തീരുമാനമെടുത്താൽ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. നിന്റെ ഈ ഉത്തരവാദിത്വം അവൻ സ്ഥിരമാക്കി തരും എന്നാണ് ദാവീദ് അവനോട് പറയുന്നത്. നിന്റെ സാമർഥ്യം കൊണ്ടോ ബുദ്ധി വൈഭവം കൊണ്ടോ അല്ല ദൈവം നിന്നെ സ്ഥിരമാക്കുവാൻ പോകുന്നത്, പിന്നെയോ നിന്റെ അനുസരണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നോക്കുന്നത് ഇതുതന്നെയാണ്. ഒരുപക്ഷെ യാതൊരു കഴിവുമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം താങ്കൾ. എന്നാൽ ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ താങ്കളെ എടുത്ത് ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. തുടർന്ന് ദൈവാലയത്തിൻ്റെ രൂപരേഖ ദാവീദ് ശലോമോന് നൽകുന്നതായി നാം വായിക്കുന്നു. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. പിന്നെ ദാവീദ് തൻ്റെ മകനായ ശലോമോന് ദൈവാലയത്തിൻ്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരഗ്രഹങ്ങൾ, മാളികമുറികൾ, അറകൾ, കൃപാസനഗ്രഹം എന്നിവയുടെ മാതൃക കൊടുത്തു. യഹോവയുടെ ആലയം, പ്രാകാരങ്ങൾ, ചുറ്റുമുള്ള എല്ലാ അറകൾ, ദൈവാലയത്തിൻ്റെ ഭണ്ഡാരഗ്രഹങ്ങൾ, നിവേദിത വസ്തുക്കളുടെ ഭണ്ഡാരം, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ, യഹോവയുടെ ആലയത്തിലെ സകല ശുശ്രൂഷയുടെയും വേല, യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങൾ എന്നിവയെല്ലാറ്റെയും കുറിച്ച് തൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന മാതൃക വിവരവും അവന് കൊടുത്തു. സമാഗമന കൂടാരത്തിൻ്റെ മാതൃക മോശയ്ക്ക് ലഭിച്ചതുപോലെ ദാവീദിനായിരുന്നു ദൈവാലയത്തിൻ്റെ മാതൃക ലഭിച്ചത്. ദാവീദ് തൻ്റെ രാജ്യത്തിലെ സമ്പത്തൊക്കെ ദൈവമഹിമയ്ക്കു വേണ്ടി ചെലവഴിക്കുന്നു. ദാവീദ് ശലോമോനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നീ ഒട്ടും പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഈ ആലയം മനോഹരമാക്കി തീർക്കുന്നതിനാവശ്യമായതെല്ലാം ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട്.
ദേവാലയം വളരെ മനോഹരമായിരുന്നു. സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ട് അത് പൊതിഞ്ഞിരുന്നു. ഇക്കാലത്ത് ഇതുപോലെ വലിയ ആരാധനാലയങ്ങൾ പണിയപ്പെടണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നെനിക്ക് തോന്നുന്നുമില്ല. കാരണം നമ്മുടെ ശരീരങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം. അതുകൊണ്ട് കെട്ടിടങ്ങൾക്കല്ല നാം ഇന്ന് പ്രാധാന്യം നൽകേണ്ടത്. എന്നിരുന്നാലും പള്ളിക്കെട്ടിടങ്ങൾ അത് നിൽക്കുന്ന സ്ഥലങ്ങളിലെ ചുറ്റുപാടുമുള്ള മറ്റ് കെട്ടിടങ്ങൾക്ക് അനുയോജ്യമായിരിക്കണം എന്നത്രേ എൻ്റെ വിചാരം. അതെ, ദൈവത്തിന് വസിക്കുന്നതിനുള്ള ആലയം എന്ന ചിന്ത ദാവീദിന് ഇല്ലായിരുന്നു. ദൈവം ഒരു പെട്ടിയിൽ അഥവാ കെട്ടിടത്തിൽ വസിക്കുന്നില്ല. ശലോമോൻ തൻ്റെ പ്രതിഷ്ഠാ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറഞ്ഞു: സ്വർഗത്തിനും സ്വർഗാദി സ്വർഗങ്ങൾക്കും നിന്നെ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. പിന്നെ ഞാനുണ്ടാക്കിയ ഈ ആലയത്തിൽ നീ എങ്ങനെ വസിക്കും? ദേവാലയം ആളുകൾക്ക് കൂടി വരുവാനുള്ള ഒരു സ്ഥലമായിരുന്നു. ദൈവം മനുഷ്യരുമായി കണ്ടുമുട്ടുന്നത് അവിടെ വെച്ചായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയുമാണ് ദേവാലയം നിലകൊണ്ടിരുന്നത്. ഇന്ന് ദൈവം ഒരു കെട്ടിടത്തിൽ വസിക്കുകയോ അവിടെ വെച്ച് നമ്മെ കണ്ടുമുട്ടുകയോ ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവിൽ അവൻ ഇന്ന് വ്യക്തികളിൽ അധിവസിക്കുന്നു. പ്രത്യേക ഉപകരണങ്ങളിലും ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സാമഗ്രികളിലും ഉപയോഗിക്കേണ്ട സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും തൂക്കം ദാവീദ് പ്രത്യേകം എടുത്തു പറയുന്നതായി തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ചിന്ത ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവം ഇന്ന് വസിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. നാം കൂടി വരുവാൻ മനോഹരമായ സ്ഥലങ്ങളുള്ളത് എപ്പോഴും നല്ലതാണ്. കൂടി വരുന്നതിനായി ഒരു പ്രത്യേക സ്ഥലം ഉള്ളത് വളരെ പ്രയോജനം ചെയ്യും. എന്നാൽ ഇല്ലാത്ത പണമെല്ലാം കടം വാങ്ങി അല്ലെങ്കിൽ ദൂർത്തടിച്ച് നാം ഭംഗിയാക്കേണ്ട യാതൊരു കാര്യവുമില്ല. നാം വൃത്തിയാക്കിയിടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു വ്യക്തി വരുമ്പോൾ നമ്മുടെ ആരാധനാ സ്ഥലങ്ങളിൽ കയറിയിരിക്കുവാൻ താല്പര്യം തോന്നത്തക്കവണ്ണം വൃത്തിയുള്ളതും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളതും ആയിരിക്കണം നമ്മുടെ ആരാധനാ സ്ഥലങ്ങൾ. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്ക് ഒക്കെയും പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് തൂക്കപ്രകാരം പൊന്നും, അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്കൊക്കെയും വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊക്കെയും തൂക്കപ്രകാരം വെള്ളിയും, പൊൻവിളക്ക് തണ്ടുകൾക്കും അവയുടെ സ്വർണ്ണ ദീപങ്ങൾക്കും വേണ്ടുന്ന തൂക്കമായി ഓരോ വിളക്ക് തണ്ടിനും അതിൻ്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം പൊന്നും, വെള്ളി കൊണ്ടുള്ള വിളക്ക് തണ്ടുകൾക്ക് ഓരോ തണ്ടിൻ്റെയും ഉപയോഗത്തിന് തക്കവണ്ണം അതത് തണ്ടിനും അതതിൻ്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം വെള്ളിയും കൊടുത്തു. കാഴ്ചയപ്പത്തിൻ്റെ മേശകൾക്ക് ഓരോ മേശയ്ക്ക് വേണ്ടുന്ന പൊന്നും, വെള്ളി കൊണ്ടുള്ള മേശകൾക്ക് വേണ്ടുന്ന വെള്ളിയും തൂക്കപ്രകാരം കൊടുത്തു. മുൾക്കൊളുത്തുകൾക്കും കലശങ്ങൾക്കും കുടങ്ങൾക്കും വേണ്ടുന്ന തങ്കവും, പൊൻകിണ്ടികൾക്ക് ഓരോ കിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന പൊന്നും, ഓരോ വെള്ളിക്കിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന വെള്ളിയും കൊടുത്തു. ധൂപപീഠത്തിന് തൂക്കപ്രകാരം വേണ്ടുന്ന ഊതിക്കഴിച്ച പൊന്നും, ചിറക് വിരിച്ച യഹോവയുടെ നിയമപെട്ടകം മൂടുന്ന കെരൂബുകളായ രഥമാതൃകയ്ക്ക് വേണ്ടുന്ന പൊന്നും കൊടുത്തു. ദൈവനാമ മഹത്വത്തിനു വേണ്ടിയിട്ടാണ് ദാവീദ് ഇത്രമാത്രം ചെലവുള്ള ഒരു ആലയം പണിക്ക് നിർദ്ദേശം കൊടുത്തത് എന്ന കാര്യം നാം ഓർത്തിരിക്കണം. യാതൊരു കാര്യത്തിലും ചെലവ് ചുരുക്കലിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം താൻ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടായിരുന്നു. ദാവീദിൻ്റെ രാജ്യത്തെ ഏറ്റവും ചെലവ് കൂടിയ ആ പദ്ധതി അവൻ വളരെ താല്പര്യപൂർവ്വം പരിപാടിയിട്ടതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പലപ്പോഴും ദൈവിക കാര്യങ്ങൾ എങ്ങനെയും വിലയില്ലാത്തതുപോലെ ചെയ്യുവാനുള്ള പ്രവണതയല്ലേ നാം നമ്മിലും നമുക്ക് ചുറ്റും കാണുന്നത്? എല്ലാം ശരിയാകുന്നുവെങ്കിൽ ഇതും കൂടി ഇരുന്നോട്ടെ. ചെലവ് ചെയ്ത് ഒന്നും ചെയ്യുവാൻ അതുപോലെയുള്ളത് നാം തയ്യാറാകില്ല. മഴയില്ല എങ്കിൽ ആരാധനയ്ക്ക് പോകും. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ കൂട്ടായ്മയ്ക്ക് പോകും. മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടത്തും. സാഹചര്യം നല്ലതാണെങ്കിൽ ദൈവത്തെ അനുസരിക്കും. ഈ മനോഭാവം വില കൊടുപ്പാൻ തയ്യാറില്ലാത്തതുകൊണ്ടുള്ള മനോഭാവമാണ്. തന്മൂലമുണ്ടാകുന്നത് ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ കഴിയാതെ പോകുന്നു.
28 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ നാം വായിക്കുന്നു, ഇവയെല്ലാം ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ടെഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു. ഇത് ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. എന്ന് പറഞ്ഞാൽ മറ്റേതൊക്കെ അപ്രധാനമായിരുന്നു എന്നല്ല, തമ്മിൽ നാം താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സമാഗമന കൂടാരം എത്രമാത്രം ദൈവിക മാതൃകപ്രകാരമാണോ നിർമ്മിച്ചത്, അത്രമാത്രം ദേവാലയ മാതൃകയും ദൈവത്തിങ്കൽ നിന്നുള്ളതായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ദൈവം അതിൻ്റെ മാതൃകയും രൂപരേഖയും കൊടുത്തു. ദൈവം അതിനുവേണ്ടി സ്ഥാനം തിരഞ്ഞെടുത്തു. ഓർന്നാൻ്റെ മെതിക്കളം ദൈവം ദാവീദിനെ പ്രേരിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥമായ പണി നടത്തുവാൻ ദൈവം ദാവീദിനെ അനുവദിച്ചുമില്ല. അത്രമാത്രം. 20 വാക്യം നോക്കിക്കാട്ടെ. പിന്നെയും ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറഞ്ഞത്, ബലപ്പെട്ട് ധൈര്യം പൂണ്ട് പ്രവർത്തിച്ചു കൊള്ളുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യഹോവയായ ദൈവം എൻ്റെ ദൈവം തന്നെ നിന്നോടുകൂടെയുണ്ട്. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എത്ര പ്രോത്സാഹജനകമായ, എത്ര മനോഹരമായ ഒരു വാക്യമല്ലേ. ദൈവാലയത്തിൻ്റെ കാര്യത്തിൽ ദാവീദ് അതീവ താല്പര്യമുള്ളവനാണ്. അതിൻ്റെ പണിക്ക് വേണ്ടി തന്നാൽ ആവോളം ശലോമോനെ ഉത്സാഹിപ്പിക്കുകയാണ് ദാവീദ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ശലോമോൻ വ്യാപൃതനായിരിക്കണമെന്നത്രേ ദാവീദിൻ്റെ ആഗ്രഹം. 21 വാക്യം നോക്കിക്കാട്ടെ. ഇതാ, ദേവാലയത്തിലെ സകല ശുശ്രൂഷയ്ക്കും വേണ്ടി പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകളുണ്ടല്ലോ. ഓരോ വിധ ശുശ്രൂഷയ്ക്കും മനസ്സും സാമർഥ്യവുമുള്ള ഏവരും എല്ലാ വേലയ്ക്കായിട്ടും നിന്നോടുകൂടെയുണ്ട്. പ്രഭുക്കന്മാരും സർവ്വജനവും നിന്റെ കൽപ്പനയ്ക്കൊക്കെയും വിധേയരായിരിക്കും. ഈ പ്രവൃത്തിക്കായി ദാവീദ് തൻ്റെ രാജ്യത്തുള്ള സകലരെയും, പുരോഹിതന്മാർ, വേലക്കാർ, പ്രഭുക്കന്മാർ, ലേവ്യർ, എല്ലാവരെയും ഉത്തേജിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. ദാവീദ് കൊടുത്ത മാതൃകപ്രകാരം പണി നടത്തുക മാത്രമേ ശലോമോന് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ദാവീദ് ഇത് തനിയെ ചെയ്യുകയല്ല, താൻ എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. സാധാരണ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ആ പ്രവണത, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം ഞാൻ ചെയ്യണമെന്ന് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് അനുഗ്രഹവും അതുപോലെ തന്നെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉതകുന്നതും ആയിത്തീരുന്നത്. ദാവീദിൻ്റെ സ്വപ്നമായിരുന്നു ദേവാലയം പണിയണമെന്നുള്ളത്. എന്നാൽ ദൈവം പറയുകയാണ്, താൻ ആഗ്രഹിക്കുന്നത് അത് ശലോമോൻ പണിയണം എന്നത്രേ. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. ദൈവവും അത് സാക്ഷ്യപ്പെടുത്തിയതാണ്. എന്നിരുന്നാൽ പോലും ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ചും ഓരോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനനുസരിച്ച് പോകുന്നതാണ് എപ്പോഴും നമുക്ക് സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള നന്മ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതത്തിൽ തന്നെ ആകുന്നു എന്നുള്ള ബോധമുണ്ടോ? താങ്കളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ, താങ്കളിപ്പോൾ ആയിരിക്കുന്ന ചുറ്റുപാടിൽ, താങ്കളിപ്പോൾ ആയിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ, താങ്കളുടെ ഇപ്പോഴുള്ള സ്വഭാവം, താങ്കളുടെ ഇപ്പോഴുള്ള പ്രവർത്തന രീതികൾ ദൈവഹിതത്തിലാകുന്നു താങ്കൾ എന്ന് ഉറപ്പായി വിശ്വസിക്കുവാനും ആ വിശ്വാസത്താൽ മറ്റുള്ളവരെ ആകർഷിക്കുവാനും സാധിക്കുമോ? ദാവീദിൻ്റെ ജീവിതത്തിൽ പല പല പോരായ്മകളുണ്ടായിരുന്നു, കുറവുകളുണ്ടായിരുന്നു, എത്ര പ്രാവശ്യം വീണു. എന്നിരുന്നാൽ തന്നെയും ദൈവം അവനെ എത്ര ശക്തമായിട്ടാണ് ഉപയോഗിച്ചത്. എന്നെയും താങ്കളെയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ജീവിക്കുന്നു. ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് പ്രത്യേകം പദ്ധതിയുണ്ട്. ആര് എന്ത് ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നാം നമ്മുടേതായ വിധത്തിൽ അതിനെ തിരിച്ചു കളയുവാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നമായി തീരുന്നത്. അതുകൊണ്ട് നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടുകൂടി നിൽപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.